സർ, ബി.ജെ.പി പുനഃസംഘടന നടന്നിരിക്കുകയാണ്. എല്ലാ പാർട്ടികളിലും ഇടയ്ക്കുണ്ടാവുന്ന ഒരു സംഗതി തന്നെ ബി.ജെ.പിയിലും നടന്നിരിക്കുന്നു. പക്ഷേ വിവാദങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പ്രധാനമായും കോൺഗ്രസ് ഉൾപ്പെടെ ആരോപിക്കുന്ന ഒരു കാര്യം വി. മുരളീധരനെയും അല്ലെങ്കിൽ കെ. സുരേന്ദ്രനെയും ഒക്കെ അല്ലെങ്കിൽ അവരുടെ പക്ഷത്തെ തള്ളിക്കൊണ്ടാണ് പുതിയ പുനഃസംഘടന ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ തന്നെ ബി.ജെ.പിയിലുള്ള ഒരു വിഭാഗീയത പുറത്തു കാണാനുണ്ട് എന്നാണ്. ഇത്തരത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ ആരോപണം ഉന്നയിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ശരിയുണ്ടോ? അങ്ങനെ ഒരു പുനഃസംഘടനാ ലിസ്റ്റ് ആണോ ബി.ജെ.പി ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അത്തരം ആരോപണങ്ങളും ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല. എന്നാൽ കേരളത്തിൽ അങ്ങനെ ഒരു സംശയം ഉയർന്നു വരുന്നുണ്ട്. പല മേഖലകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. മാധ്യമങ്ങൾ, അതുപോലെ ബി.ജെ.പിയുടെ ഇൻസൈഡേഴ്സ് തന്നെ അത് അങ്ങനെ പലതും പറയുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിക്ക് തീരുമാനിക്കാം അവരുടെ സെക്രട്ടറി ആരാകണം, അവരുടെ വൈസ് പ്രസിഡന്റ് ആരാണെന്നൊക്കെ അവർക്ക് തീരുമാനിക്കാം. അതിലൊരു പ്രശ്നമല്ല. പക്ഷെ എന്താ സംഭവിച്ചത്, ബി.ജെ.പിക്ക് അകത്ത് പരമ്പരാഗതമായി ബി.ജെ.പിയുടെ പ്രവർത്തകരും നേതാക്കന്മാരുമായിട്ടുള്ള ഒരു വിഭാഗത്തെ അപ്പാടെ വെട്ടിനിർത്തിക്കൊണ്ട് ഒരു ഡൽഹിയുടെ ഒരു കളിയാണ് ഇവിടെ നടക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമാണ്. അവിടെ ഒരു വിഭാഗത്തെ വി. മുരളീധരന്റെയും കെ. സുരേന്ദ്രന്റെയും വിഭാഗത്തെ സമ്പൂർണമായിട്ട് വെട്ടിനിർത്തിയിട്ട് രാജീവ് ചന്ദ്രശേഖരന് ഇണങ്ങുന്ന, അദ്ദേഹത്തിന്റെ ചെരുപ്പിന് ഇണങ്ങുന്ന വിധത്തിൽ കേരളത്തിലെ ബി.ജെ.പിയുടെ കാലവിടെ വെട്ടിമുറിച്ചിരിക്കുകയാണ്. അതാണ് ഈ പുനഃസംഘടനയിലൂടെ കാണുന്നത്. സത്യത്തിൽ ബി.ജെ.പി എല്ലാ കാലത്തും ഇങ്ങനെയാണ് കേരളത്തിൽ അധികാരം ഇല്ലാത്ത സന്ദർഭത്തിൽ. അപ്പോ ബി.ജെ.പിക്ക് കേരളത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ബി.ജെ.പിയുടെ കേരളത്തിലെ നേതാക്കന്മാരുടെ അഭിപ്രായം കേട്ടല്ല പ്രവർത്തിക്കുന്നത്. ബി.ജെ.പിക്ക് ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ എന്ന് വെച്ചാൽ കേരളത്തിലെ CPM-ഉമായിട്ട് ഒരു ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട്. ആ ഡീലിന് ചേരുന്ന ആൾക്കാരെയാണ്. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരൻ്റെതാണ് ഡീല്. ആ ഡീൽ എന്ന് പറയുമ്പോൾ അത് ഡൽഹിയുടെ ഡീലാണ്. ഡൽഹി അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ചെരുപ്പിന് ഇണങ്ങുന്ന വിധത്തിൽ കേരളത്തിലെ ബി.ജെ.പിയുടെ കാല് മുറിച്ച് മാറ്റി ഷേപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഈ പുനഃസംഘടനയിലൂടെ കാണാൻ കഴിയുന്നത്. വി. മുരളീധരനും കെ. സുരേന്ദ്രനും അതിനെ ശക്തമായി എതിർക്കാൻ കെൽപ്പ് ഇന്നില്ല. അവർക്ക് അതിനെ പ്രതിരോധിക്കാനൊന്നും കഴിയില്ല. അല്ലെങ്കിൽ അവർ സംഘടനാപരമായി താഴെത്തട്ട് മുതൽ അവർക്കുള്ള ബന്ധങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബി.ജെ.പിക്കകത്ത് ഒരു പ്രതിരോധം സൃഷ്ടിക്കണം. ആ പ്രതിരോധം സൃഷ്ടിച്ചാൽ ഒരുപക്ഷെ അവർ നേതൃത്വത്തിന് വിമതരായി ചിത്രീകരിക്കപ്പെടാൻ കഴിയും. എന്നാൽ മിണ്ടാതിരുന്നാൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി അധികകാലം അത്തരം സാധ്യതകൾ ഉണ്ടാകില്ല. കാരണം ബി.ജെ.പി ഒരു പുതിയ നയം സ്വീകരിക്കുകയാണ്. ആ നയം എന്ന് പറയുന്നത് സംസ്ഥാനം ഭരിക്കുന്ന CPM പാർട്ടിയുമായി ചേർന്ന് പോകുന്ന ഒരു നയമാണ്. അപ്പോൾ അതൊക്കെ തീരുമാനിക്കുന്നത് ഡൽഹിയിലാണ്. ഇപ്പൊ കേരള ഹൗസിൽ അവർ രണ്ടു കൂട്ടർക്കും ഇരിക്കാൻ വളരെ സൗകര്യമുണ്ട്. അവർ അതിന് ഉപയുക്തമായ വിധത്തിൽ ഇവിടുന്ന് CPM പാർട്ടി KV തോമസിനെ പോലെയുള്ള ആൾക്കാരെ ഡൽഹിക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് സർക്കാരിന്റെ ചെലവിൽ. അവരുടെ പ്രധാന ജോലി എന്ന് വെച്ചാൽ ബി.ജെ.പിയുമായിട്ടുള്ള ഒരു പാലം തീർക്കുക. KV തോമസ് പാലം പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ പാലം ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുക. പാലത്തിന്റെ മറുകരയിൽ ബി.ജെ.പിയുടെ നേതാക്കന്മാർ, ഇക്കരയിൽ പിണറായി വിജയൻ നിൽക്കുകയാണ്. അവർ വളരെ അടുത്തു. പാലം പണി പൂർത്തീകരിക്കാൻ ആയി. 2026 കൂടി ആ പാലം പണി പൂർത്തീകരിച്ച് രണ്ടുപേർക്കും ഒരുമിച്ച് അതിൽ കെട്ടിപ്പിടിച്ച് നിൽക്കാം എന്നാണ് ഇവർ കരുതുന്നത്. അപ്പൊ അതുകൊണ്ട് വി. മുരളീധരനും സുരേന്ദ്രനും ഒന്നും വലിയ സേവ ഉണ്ടാകാൻ പോകുന്നില്ല ഇനി ബി.ജെ.പിക്കകത്ത്. അവര് റിവോൾട്ട് ചെയ്തില്ലെങ്കിൽ അവരുടെ പ്രസക്തി നാൾക്ക് നാൾ കുറഞ്ഞു വരും. റിവോൾട്ട് ചെയ്താൽ ഡൽഹിയുടെ അപ്രീതി വാങ്ങേണ്ടി വരും. ആ അപ്രീതിയെ നേരിടാനുള്ള ചങ്കൂറ്റം, സംഘടനാ ബലം, പ്രവർത്തകരുടെ പിന്തുണ സുരേന്ദ്രനും മുരളീധരനും ഉണ്ടെങ്കിൽ അവർക്ക് നേരിടാം. അല്ലെങ്കിൽ അമിത്ഷാ പറയുന്നത് കേട്ട് മുട്ടുപടക്കി നീക്കുക അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. കാരണം രാജീവ് ചന്ദ്രശേഖരനോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ CPM-ന് അനഭിമതനാകാൻ പാടില്ല എന്നാണ്. CPM പാർട്ടിക്ക് അനഭിമതനാകുന്ന, CPM പാർട്ടിയോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സമീപനം പാടില്ല. അപ്പൊ ഗവർണറെ അതിന് വെച്ചിട്ടുണ്ട്. അതിന് ഗവർണറെ വെച്ചു. രാജീവ് ചന്ദ്രശേഖരന്റെ ജോലി എന്ന് വെച്ചാൽ CPM-ഉമായിട്ട് ചങ്ങാത്തം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് രാജീവ് ചന്ദ്രശേഖർ യോഗ്യനായ ഒരാളാണ്. ഹീസ് എ ബിസിനസ് മാൻ. ആ ബിസിനസ്സിൽ മൊറാലിറ്റിക്ക് വലിയ സാധ്യതയൊന്നുമില്ല. എന്ന് മാത്രമല്ല അദ്ദേഹം ഒരു സാധാരണ ബി.ജെ.പി പ്രവർത്തകനായി വളർന്നു വന്ന ആളല്ല. കേരളത്തിലെ ബി.ജെ.പിയുടെ സംഘടനാ ബലത്തിൽ കൂടി അധികാരത്തിൽ വന്ന നേതാവല്ല രാജീവ് ചന്ദ്രശേഖരൻ. അപ്പൊ അദ്ദേഹത്തിന് അതുകൊണ്ട് താഴോട്ടൊന്നും നോക്കുകയോ ആൾക്കാരെ നോക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമില്ല. അണികളെയോ ഘടകങ്ങളെയോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ഒരു ഡീൽ നടത്താൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ബിസിനസ് ഡീൽ പോലൊരു ഡീല്. ആ ഡീലിന് എന്തെല്ലാം മാർഗങ്ങൾ അവലംബിക്കണം, ഏതെല്ലാം ടൂളുകൾ ഉപയോഗിക്കണം, ഏതെല്ലാം സ്ട്രാറ്റജി അപ്ലൈ ചെയ്യണം എന്നത് രാജീവ് ചന്ദ്രശേഖരൻ
ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ BJPയുടെ പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത്. കേരളത്തിൽ 10 ദിവസം BJPക്ക് വേണ്ടി പ്രവർത്തിക്കാത്ത ഒരാളെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാക്കി അവർക്ക് മാറ്റണമെങ്കിൽ അത് അവര് വെറുതെ വെക്കില്ല. അവർക്ക് പല ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മലപ്പുറത്ത് നമുക്കറിയാമല്ലോ, നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തുകയില്ല എന്ന്, ഞങ്ങൾ ആ മത്സരിക്കുന്നേ ഇല്ല രാജീവ് ചന്ദ്രശേഖരൻ പറയാൻ കാരണം എന്താണ്? ഈ ഡീലിന്റെ ഭാഗമായിട്ടാണ്. അവിടെ അവർക്ക് BJPക്ക് ഉണ്ടായിരുന്ന ആഗ്രഹം CPM ജയിപ്പിക്കുക. കാരണം കോൺഗ്രസോ UDF വരരുത്. നിലമ്പൂർ ജയിച്ചാൽ കേരളത്തിൽ ഒരു UDFന്റെയും കോൺഗ്രസിന്റെയും തിരിച്ചുവരവ് ജനങ്ങൾ വളരെ വേഗം തിരിച്ചറിയും. ആ സാഹചര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവിടെ BJP സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാത്തത്. അവരാരെയാണ് മത്സരിപ്പിച്ചത്? തലേ ദിവസം പോയി ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാളിനെ എന്നെല്ലാമോ പറഞ്ഞോ ചെയ്തോ കൊടുത്തോ സ്വാധീനിച്ച് BJPയുടെ വേഷം അണിയിച്ച് അവിടെ നിർത്തി. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്ക് സ്വീകാര്യത ഉണ്ടാകില്ല, അദ്ദേഹത്തിന് വോട്ടുകൾ സമാഹരിക്കാൻ കഴിയില്ല എന്ന് ഏറ്റവും നന്നായി അറിയാവുന്നത് BJP കേന്ദ്ര നേതൃത്വത്തിനാണ്. അവർ പ്രതീക്ഷിച്ചിട്ടില്ല. അവർ പ്രതീക്ഷിച്ചത് എന്താണ്? ന്യൂനപക്ഷ വോട്ടുകൾ, കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ന്യൂനപക്ഷ വോട്ടുകളിൽ കുറച്ച് അടർത്തി മാറ്റിയാൽ CPM അവിടെ ജയിക്കാൻ കഴിയുമോ എന്ന പരീക്ഷണമാണ് അവിടെ നടത്തിയത്. ആ പരീക്ഷണത്തിന് തുടർച്ചയാണ് MV ഗോവിന്ദൻ ഇലക്ഷന്റെ തലേ ദിവസം ഞങ്ങൾ RSSുമായി ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ പല സന്ദർഭങ്ങളിൽ RSSുമായി ചേർന്നിട്ടുണ്ട്, അത് പറഞ്ഞ എന്തോ കുഴപ്പം എന്ന് MV ഗോവിന്ദൻ പരസ്യമായി വിളിച്ചു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് അതിന്റെ അടിസ്ഥാന കാരണം. ഇവർ തമ്മിലുള്ള ഡീലാണ്. സത്യത്തിൽ ഈ ഡീലിന്റെ ആഴം കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ ജനങ്ങളോ ഇത്ര ആഴത്തിൽ അതിന്റെ ഡെപ്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം കരുതാൻ. അപ്പൊ സ്ട്രാറ്റജികൾ പലതുണ്ട്. ഒരു സ്ട്രാറ്റജി ഇംപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെ വെച്ചിരിക്കുന്നത്, മറ്റൊരു സ്ട്രാറ്റജിക്ക് വേണ്ടിയാണ് ഗവർണറെ വെച്ചിരിക്കുന്നത്. ഇത് രണ്ടും കൂടാതെ മൂന്നാമത് ഒരു സ്വാധീന വലയം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇവിടെ അദാനിയെ അദ്ദേഹത്തിന്റെ പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു അസൈൻമെന്റ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അതുകൊണ്ടാണല്ലോ അമിത്ഷാ പറയാൻ 2026 ഞങ്ങൾ വരുമെന്ന് പറയാൻ തന്നെ കാരണം അതാണല്ലോ. അമിത്ഷാ അങ്ങനെ പറയുന്നുണ്ട് 2026 ഞങ്ങൾ അധികാരത്തിൽ വരും എന്നുള്ളത്. പക്ഷേ അമിത്ഷായ്ക്ക് അത് പറയാൻ 2026 BJPക്ക് വലിയ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും, ഞങ്ങൾ അധികാരത്തിൽ വരും എന്നൊക്കെ അമിത്ഷായ്ക്ക് പറയാൻ എന്തായിരിക്കാം കേരളത്തിൽ പ്രചോദനമായത്? അല്ലെങ്കിൽ നമ്മൾ കൊളോക്കിയലി നമ്മൾ ചോദിക്കില്ലേ എന്ത് കണ്ടിട്ടാണ് എന്ന്, അതുപോലെ എന്ത് കണ്ടിട്ടായിരിക്കാം അമിത്ഷാ അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത്? അമിത്ഷായുടെ പ്രസ്താവനയെ നമ്മൾ അതിന്റെ വെർബാറ്റം എടുക്കണ്ട, അതിനെ നേർബുദ്ധിയിൽ ചിന്തിച്ച് മനസ്സിലാക്കണ്ട. അതിനകത്തൊരു വളഞ്ഞ വഴിയുണ്ട്. അമിത്ഷായ്ക്കും അറിയാം, കേൾക്കുന്ന ജനങ്ങൾക്കും അറിയാം 2026 BJP കേരളത്തിൽ ഒരു പുല്ലും ചെയ്യാൻ പോകുന്നില്ല എന്നറിയാം. അത് അമിത്ഷായ്ക്ക് നന്നായിട്ട് അറിയാം. അമിത്ഷാ ഇതുപോലെ പല പ്രഖ്യാപനങ്ങൾ ഇന്ത്യയിൽ പല സ്റ്റേറ്റിൽ പോയി നടത്തിയിട്ടുണ്ട്, അതൊന്നും നടന്നിട്ടില്ല. പക്ഷെ അമിത്ഷാ ഒരു വെടി പൊട്ടിക്കുമ്പോൾ അതിന് അദ്ദേഹത്തിന് വേറൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ആ ലക്ഷ്യം എന്ന് പറയുന്നത് 2026 അവരുടെ ഏക ആത്യന്തികമായ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു ഇന്ത്യൻ സ്റ്റേറ്റിലും കോൺഗ്രസ് അധികാരത്തിൽ വരരുത്, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന അവരുടെ പ്രഖ്യാപിതമായ നയം നടപ്പാക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് BJP ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 2026 കേരളത്തിൽ UDF വരും എന്ന് പ്രകടമായ ഒരു കാര്യമാണ്. BJPയുടെ ഇനിഷ്യേറ്റീവിൽ ഇപ്പോ പുറത്തു വന്നൊരു സർവേ ഉണ്ട്, അഭിപ്രായ സർവേ ഉണ്ടല്ലോ, മണി ഇതുമായി ബന്ധപ്പെട്ടൊരു അഭിപ്രായ സർവേ ഉണ്ടല്ലോ. ആ അഭിപ്രായ സർവേ തന്നെ കുക്കപ്പ് ചെയ്ത സർവേ ആണ്. ഈ സർവേ എല്ലാം അമിത്ഷാ പറഞ്ഞ അതേ കാര്യങ്ങളുടെ തുടർച്ചയാണ്. രാജീവ് ചന്ദ്രശേഖരനെ പ്രസിഡന്റാക്കി, തൃശ്ശൂർ ജയിപ്പിച്ചു, ഇടുക്കിയിൽ എന്താണ് ഇപ്പം നമ്മുടെ ഇതുകൊണ്ട് 2026 നമ്മൾ ജയിക്കും, ഗവൺമെന്റ് വരും. ഇതെല്ലാം തന്ത്രപരമായ ചില ഏർപ്പാടുകളാണ്, സംവിധാനങ്ങളാണ്. ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു CPMന്റെ ബാന്ധവമുണ്ട്, ശക്തമായിട്ടുണ്ട്. ഇപ്പൊ കോൺഗ്രസിനെ തകർക്കണമെങ്കിൽ 26 കോൺഗ്രസിന്റെ വഴി അടയ്ക്കണമെങ്കിൽ അതിന് BJPയുമായി CPMന് ചേരേണ്ടി വന്നാൽ അവർ ചേരും എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. 2026 7ഓ 8ഓ സീറ്റിൽ കേരളത്തിൽ BJP ജയിക്കുമെന്നാണ് BJPയുടെ നേതാക്കന്മാരെല്ലാവരും പറയുന്നത്. അമിത്ഷാ ഭരണം കിട്ടുമെന്ന് പറയുന്നത്. അപ്പൊ അവർ ഭരണം കിട്ടണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം MV ഗോവിന്ദൻ പറഞ്ഞോട് കൂട്ടി വായിക്കണം. പിണറായി വിജയന്റെ ഒന്നാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് അനുകൂലമായി BJP വോട്ട് ചെയ്തു. BJPയുമായി ജനസംഘവുമായി ചേർന്നാണ് അദ്ദേഹം മത്സരിച്ചത്. ഇതാണ് MV ഗോവിന്ദൻ. ഞങ്ങൾക്ക് പ്രശ്നമല്ല, പല സന്ദർഭങ്ങളിൽ ഞങ്ങൾ BJPയോട് ചേർന്നിട്ടുണ്ട്, RSSുമായി ചേർന്നിട്ടുണ്ട്. ആ സാഹചര്യത്തിന്റെ സൃഷ്ടിയാണത്.
അന്ന് ഞങ്ങൾ ചേരും, പിന്നീട് ഞങ്ങൾ RSS ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം പറഞ്ഞു വരുന്നത് 2026 ഒരു BJP CPM അച്യുതണ്ട് കേരളത്തിൽ രൂപപ്പെടുന്നു. അമിത്ഷായുടെ മനസ്സിരിക്കുന്നത് കേരളത്തിൽ 2026 UDFന് 100 സീറ്റ് കിട്ടി അധികാരത്തിൽ വരാനുള്ള സാഹചര്യത്തെ കട്ടയിൽ ചെയ്യുക, അതിനെ ഇല്ലാതാക്കുക, അതിനാവശ്യമായിട്ടുള്ള ഒരുക്കങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തുക. അങ്ങനെ എങ്ങാനും ഭാഗ്യവശാൽ കേരളത്തിൽ 4 or 5 സീറ്റ് BJPക്ക് കിട്ടിയാൽ ആ MLAമാരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു LDF BJP ബന്ധം, ഒരു മുന്നണി കേരളത്തിൽ ഉണ്ടാക്കുക, ആ മുന്നണിയുടെ ഭാഗമായി അധികാരത്തിൽ വരിക, എന്നിട്ട് LDF സർക്കാരിൽ 1 or 2 മന്ത്രിമാരെ വാങ്ങുക, അങ്ങനെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്നുള്ളതാണ് അമിത്ഷായുടെ മനസ്സിരിക്കുന്ന ബുദ്ധി. ഈ ബുദ്ധിയാണ് അമിത്ഷാ പറഞ്ഞത്. അല്ലാതെ 140 അസംബ്ലി മണ്ഡലങ്ങളുള്ള കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ച് അധികാരത്തിൽ വരും എന്നല്ല അമിത്ഷാ പറഞ്ഞതിനർത്ഥം. അമിത്ഷാ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് CPMലാണ്, അദ്ദേഹത്തിന്റെ ബുദ്ധിയും CPMലാണ്. അപ്പൊ ഇത് നിങ്ങൾ ഇപ്പൊ എന്റെ നിങ്ങൾ എഴുതിയെടുത്തോളൂ. കേരളത്തിൽ BJP ചെയ്യാൻ പോകുന്നതും CPM ചെയ്യാൻ പോകുന്നതും ഈ തന്ത്രമാണ്. പക്ഷെ ഇവരുടെ 2 കണക്കൂട്ടൽ തെറ്റും. കേരളത്തിൽ 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 100+ ആയിരിക്കും UDFന്റെ സംഖ്യ, 100+ ആയിരിക്കും. കാരണം അത്രമാത്രം കേരളത്തിലെ ജനങ്ങൾക്ക് ഈ സർക്കാരിന്റെ പ്രവർത്തികളെ ഇഷ്ടമല്ലാതായി. അത്രമാത്രം കേരളത്തിലെ ജനങ്ങൾ CPM BJP ബാന്ധവത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് കേരളത്തിൽ ഈ 2 ചെകുത്താന്മാർ ഒന്നിച്ചാൽ കേരളത്തിന്റെ ഭാവി തന്നെ വിനാശത്തിലേക്ക് പോകും, അപകടത്തിലേക്ക് പോകും. സമാധാന പ്രേമികളായിട്ടുള്ള മലയാളികൾക്ക് ഇനി ഈ ഭൂമുഖത്ത് ജീവിക്കാൻ കഴിയുന്നില്ല, ഇനി മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്ക് പോകേണ്ടി വരും എന്ന് തിരിച്ചറിവ് കേരളത്തിലെ എല്ലാ സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ട്. അവരിൽ മഹാഭൂരിപക്ഷവും ഹിന്ദുക്കളായിരിക്കും, ഒരു സംശയം വേണ്ട. ന്യൂനപക്ഷങ്ങൾ മാത്രമാകില്ല, ഹിന്ദുക്കളായിരിക്കും. ഈ CPM BJP CPM RSS അച്യുതണ്ട് കേരളത്തിൽ ഉണ്ടായാൽ അതിന്റെ വിനാശം അവരുടെ കുട്ടികൾക്കായിരിക്കും, അവരുടെ വരുന്ന തലമുറകൾക്കായിരിക്കും എന്ന് തിരിച്ചറിയാൻ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ഹിന്ദു സമുദായത്തിൽപ്പെട്ട ജനങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് അവർ തന്നെ അതിനെ മുളയിലെ നുള്ളിക്കളയും. ഇതൊക്കെ ദിവാസ്വപ്നങ്ങളാണ്, മിൽക്ക് മെയ്ഡിന്റെ സ്വപ്നം പോലെയാണ്. തലയിലിരിക്കുന്ന പാല് വിറ്റ് പണമുണ്ടാക്കി, ആടിനെ വാങ്ങി, കോഴിയെ വാങ്ങി, മുട്ടയിട്ട്, പാല് കറന്ന് ഞാൻ സിംഹാസനങ്ങൾ ഉണ്ടാക്കും, കൊട്ടാരങ്ങൾ പണിതും എന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ തലയിരിക്കുന്ന ആ പാൽ കുടത്തിൽ നിന്ന് കൈയെടുത്ത് ആ കുടം താഴെ വീണ് ഉടഞ്ഞു പോയതുപോലെ BJPയുടെയും CPMന്റെയും ദിവാസ്വപ്നങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ തന്നെ ഉടഞ്ഞു പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വ്യക്തമാണ് സർ. എന്തായാലും BJPയുടെ കേരളത്തിലെ പുനഃസംഘടന, കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച പുനഃസംഘടന ഒരു പ്രധാനപ്പെട്ട അജണ്ടയുടെ ഭാഗമാണെന്നാണ് കോൺഗ്രസിന്റെ പക്ഷം. മധു സാർ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖർ അതുവഴി ഡൽഹിയിൽ നിന്നുള്ള ഒരു അജണ്ട എന്താണോ അത് സംസ്ഥാനത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതിന്റെ ഉദാഹരണമായി ഈ പുനഃസംഘടനയെ കാണാമെന്നുള്ളതാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു സർ.